ഈ പ്രദേശത്തെ ഈ നല്ല അയൽക്കാർ, നല്ല ശമര്യക്കാർ കൂടിയിരിക്കുന്നത് കുമാരപുരം പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കൊച്ചുപറമ്പിൽ എന്ന വീട്ടിലാണ്. ഷാജിയുടെ വീട്ടിലാണ്. ഷാജിയുടെ മകൾ FAP എന്ന ഒരു ഷോർട്ട് ഇതാണ്, രോഗത്താൽ ബുദ്ധിമുട്ടുകയാണ്. അച്ഛനും അതേ രോഗമാണ്. മോഷണമൊക്കെ പോകാൻ വേണ്ടി ബാഗ് ഇട്ടുകൊണ്ട്, ഈ ബാഗും ഇട്ടുകൊണ്ടാണ് മനുഷ്യൻ ജോലിക്ക് പോയിരിക്കുകയാണ്. ഈ 2 ഇരട്ടക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള 7 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബത്തെ പോറ്റുവാൻ മറ്റു മാർഗമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ജോലിക്ക് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ രോഗിയായി വീട്ടിൽ ഇരിക്കേണ്ട മനുഷ്യൻ ഈ 7 അംഗങ്ങളെ പോറ്റുവാൻ വേണ്ടി ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ ജിൻസി എന്ന മകൾ 18 വയസ്സ്, +2-ന് 94% മാർക്ക് വാങ്ങിയ ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് പണമില്ല, ഇൻഫെക്ഷനൊക്കെ ആയി. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ 5000 രൂപ വേണം. അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയാണ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ഈ ഒരു കൂട്ടായ്മ ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ മോളെ ഒന്ന് സഹായിക്കുവാൻ ഈ വ്യാഴാഴ്ച, പെസഹ വ്യാഴാഴ്ച, യേശുക്രിസ്തു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കണം. പങ്കുവെക്കലിന്റെ ഒരു അനുഭവമാണ് പെസഹ വ്യാഴാഴ്ച. നമുക്ക് വേണമെങ്കിൽ വേറെ ഏതൊക്കെ രീതിയിലൊക്കെ അതിനെ ആഘോഷിക്കാം. പക്ഷേ ആ പെസഹ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് എല്ലാ ദിവസവും ഈ പെസഹയുടെ അനുഭവം ഉണ്ടാവണം, പങ്കുവെക്കലിന്റെ അനുഭവം ഉണ്ടാവണം. ഒരപ്പം നുറുക്കി 12 പേർ കഴിച്ചപ്പോഴാണ് പെസഹ ആഘോഷിക്കുന്നത്. പക്ഷെ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവും എന്നുള്ള വലിയൊരു തെളിവാണ് ഈ കൂട്ടായ്മ. ഈ പെസഹയുടെ അന്ന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതുപോലെ ഈ പെസഹയുടെ വലിയൊരു അനുഭവം ആ ദിവസം ഈ പ്രദേശത്തുണ്ടാവും. ഈ നമ്മൾ നടന്ന സ്ഥലപ്പേര് എന്ത് പറഞ്ഞു? കുറ്റിവേൽ കാട്ടിൽ മാർക്കറ്റ്, കുറ്റിവേൽ ജംഗ്ഷനിലാണ്. ഞാനൊക്കെ പെട്ടെന്ന് വന്നിട്ടൊരു ചലഞ്ചാണ്, അതുകൊണ്ട് സ്ഥലവും നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയില്ല. കുറ്റിവേലിൽ ജംഗ്ഷൻ കാട്ടിൽ മാർക്കറ്റിന് സമീപമാണ്. പെസഹ വ്യാഴാഴ്ച 4 മണി മുതൽ 7 മണി വരെ ഞങ്ങൾ ഈ കൂട്ടായ്മ മുഴുവൻ അംഗങ്ങളും ഈ പ്രദേശത്തെ, ഈ ഗ്രാമത്തിലെ, ഈ വാർഡിലെ, ഈ ഗ്രാമത്തിലെ മുഴുവൻ അംഗങ്ങളെയും പ്രതീക്ഷിച്ച് നമുക്കെല്ലാം, നിങ്ങൾ വരുമ്പോൾ 1000 10,000 ഒന്നും തരണ്ട. നിങ്ങൾ ഒരു കൊഴുക്കട്ടയാണ് നിങ്ങൾ തരുന്നത്. ഒരു കൊഴുക്കട്ട വാങ്ങി 10 രൂപ തന്നാൽ മതി, 100 രൂപ തന്നാൽ മതി, 200, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നാൽ മതി. പക്ഷെ ആ തരുന്നത് ഒരുമിക്കുമ്പോൾ ജിൻസിയുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനും BSc നേഴ്സ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. 96% മാർക്കില് 94% മാർക്കുള്ള കുട്ടിയാണ് എന്ന് ഓർക്കണം. അദ്ദേഹത്തിന് തുടർന്ന് പഠിക്കുവാനും ഈ ഗ്രാമത്തിലുള്ള ഒരു നേഴ്സായി മാറുവാനുമാണ് മോളുടെ ജിൻസിയുടെ ആഗ്രഹം. ഈ കുടുംബത്തെ സഹായിക്കണം. ഈ പെസഹ വ്യാഴാഴ്ച 28-ാം തീയതി 4 മണി മുതൽ കാട്ടിൽ മാർക്കറ്റിന് സമീപമുള്ള കുറ്റിവേലിൽ ജംഗ്ഷനിൽ ഞങ്ങൾ മാത്രമല്ല കുറേ അധികം ആൾക്കാർ ഇനിയും ഉണ്ടാവും. ഞങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ നല്ല ശർക്കര വെച്ച തേങ്ങ വെച്ച കൊഴുക്കട്ടയുമായി നിങ്ങളെ സ്വീകരിക്കാൻ കാണും. ഒരു കൊഴുക്കട്ടയുടെ വിലയല്ല, ജിൻസിയുടെ തുടർ ചികിത്സയ്ക്ക് 7 അംഗങ്ങളുള്ള ഈ കുടുംബത്തിന്റെ ഒരു സഹായ ഹസ്തമാവണം ആ ചലഞ്ച്.